എന്തായാലും ഇന്ന് ലൈവിൽ വരണമെന്ന് വിചാരിച്ചിരുന്നതല്ല. പക്ഷെ ഇന്നലെ വയനാട്ടിലെ കുഞ്ഞമ്മ, ആരാണെന്നറിയാലോ, ഞങ്ങളുടെ വയനാട്ടിലെ സ്വന്തം കുഞ്ഞമ്മ, മെനഞ്ഞാന്ന പാർലമെൻറ്റിലേക്ക് വത്തക്ക സഞ്ചിയായിട്ട് പോയത്. ആ വത്തക്ക സഞ്ചി കണ്ടപ്പോൾ ഇങ്ങനെ കുളിരി കോരിയിട്ടു എനിക്കൊക്കെ. കാരണം ആ സഞ്ചിക്കകത്ത് എല്ലാമുണ്ട്. ആ സഞ്ചിക്കകത്ത്, ആ വത്തക്ക സഞ്ചിക്കകത്ത് എല്ലാമുണ്ട്. പക്ഷെ ഇപ്പം അത് ചീഞ്ഞു പോയി വത്തക്ക. ഹമാസ് എന്നൊരു പ്രസ്ഥാനം ഇന്നില്ല. പലസ്തീൻ ഇന്നില്ല. ഗാസ ഇന്ന് വിളിക്കാവുന്ന കുറേ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ ഒരു പ്രദേശം. അവർക്ക് വേണ്ടിയാണ് കുഞ്ഞമ്മ തണ്ണിമത്തം സഞ്ചിയായിട്ട് പാർലമെൻറ്റ് കയറിയത്. അഭിമാനപൂർവ്വം, ഭയങ്കരമായിട്ടുള്ള അഭിമാനപൂർവ്വമാണ് കുഞ്ഞമ്മ പാർലമെൻറ്റിലേക്ക് കാലെടുത്ത് വെച്ചത്. അങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തെ ഭാരതത്തിലെ എല്ലാ കോണിൽ നിന്നും കുഞ്ഞമ്മയ്ക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നു. എന്താ കുഞ്ഞമ്മേ, ഈ പറയുന്ന പലസ്തീൻ ജനതയോട് മാത്രമേ ഐക്യദാർഢ്യമുള്ളൂ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് ഐക്യദാർഢ്യമില്ലേ എന്നുള്ള ചോദ്യം ഇന്ത്യയുടെ എല്ലാ കോണിൽ നിന്നും ഉയർന്നു. അങ്ങനെ ഉയർന്നപ്പോഴാണ് കുഞ്ഞമ്മയ്ക്ക് അബദ്ധം മനസ്സിലാക്കിയത്. കുഞ്ഞമ്മ ആരെ സന്തോഷിപ്പിക്കാനാണോ വത്തക്ക സഞ്ചിയുമായിട്ട് പാർലമെൻറ്റിൽ പോയത്, അവർക്ക് നല്ല സന്തോഷമായി, കയ്യടിച്ചു. ആ വിഭാഗം കയ്യടിച്ചു. കുഞ്ഞമ്മ ഞങ്ങളോടൊപ്പമുണ്ട്, പലസ്തീനോടൊപ്പമുണ്ട്, ഇതിൽ പരം ഞങ്ങൾക്കെന്ത് സന്തോഷം വേണമെന്ന് അവർ സന്തോഷിച്ച് ഉല്ലസിച്ചപ്പോൾ മറ്റൊരു ജനത ഇതിനെ അവജ്ഞയോടെ നോക്കി. കുഞ്ഞമ്മ എന്ത് തരംതിരിവാണ് കാണിച്ചത്. കുഞ്ഞമ്മയെ ജയിപ്പിച്ചത് അവരൊക്കെ തന്നെയാണ്. കുഞ്ഞമ്മ സന്തോഷിപ്പിക്കേണ്ടുന്നതും അവരെ സന്തോഷിപ്പിക്കണം. പക്ഷേ ഒരു രാജ്യം, അവിടുത്തെ രാജ്യത്തെ ഹൈന്ദവർ ജീവന് വേണ്ടി ഓടുമ്പോൾ, അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുമ്പോൾ, അവിടുത്തെ പെൺകുട്ടികൾ മാനഭംഗപ്പെടുമ്പോൾ, എന്തിൻ്റെ പേരിൽ? മതത്തിൻ്റെ പേരിൽ. അതിനെ മറന്നുകൊണ്ടാണ് കുഞ്ഞമ്മ വത്തക്ക സഞ്ചിയുമായിട്ട് പാർലമെൻറ്റിലേക്ക് കയറി ചെന്നത്. ഒരു ഷോ ഓഫ്. ആർക്ക് വേണ്ടി? തണ്ണിമത്തൻ്റെ പുറത്തെ പച്ച നിറത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇസ്രായേൽ ഭാരതത്തിനോടൊപ്പം നിന്നിട്ടുണ്ട്. മറന്നു പോകരുത് ഇസ്രായേലിനെ. പാകിസ്ഥാൻ ഉന്നതങ്ങൾ കയറി പറ്റിയപ്പോൾ അവരുടെ എവിടെയാണ് അവർ ഒളിച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് സാക്ഷാൽ അമേരിക്കയോട് പോലും നമ്മൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ചോദിച്ചു, കിട്ടിയില്ല. കൃത്യമായിട്ട് അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള അടയാളങ്ങളൊന്നുമില്ലാതിരിക്കുമ്പോഴാണ് ഈ ഇസ്രായേലാണ് ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയത്. മറന്നു പോകരുത്. എപ്പോഴും ഇന്ത്യയോട് കൈകോർത്ത് നിന്നിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇസ്രായേലിന് കുഞ്ഞമ്മ കാണുന്നത് ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, അവർ യഹൂദികളാണ്. യഹൂദികൾ കൊല്ലപ്പെടേണ്ടവരാണ്. ആകയാൽ യഹൂദികൾക്കെതിരെ തണ്ണിമത്തൻ സഞ്ചിയുമായിട്ട് എവിടെയും കറങ്ങാം. പക്ഷേ ഇന്ന് യഹൂദികൾ ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. ലബനാനിലെ തീവ്രവാദികൾക്ക് വേണ്ടതുപോലെ കൊടുത്തു, ചന്തി പൊള്ളിച്ചു വിട്ടു, നെട്ടോട്ടവും ഓടി. ഏകദേശം ഹമാസ് തീർന്നു. അതിനൊപ്പം തന്നെ സിറിയയുടെ ഓരോ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തെരഞ്ഞു പിടിച്ച് ബോംബിട്ട് തകർത്തു ഇസ്രായേൽ. അവർക്കെതിരെ പൊന്തി വരാവുന്ന എല്ലാ
പോർമുഖങ്ങളും അവർ ഒന്നൊന്നായി തകർത്തു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് മോരിലെ പുളിപ്പും പോയി എല്ലാം കഴിഞ്ഞിട്ടാണ് കുഞ്ഞമ്മ വത്തക്ക സഞ്ചി എടുത്ത് നീങ്ങിയത്. ആ വത്തക്ക സഞ്ചി ഭാരതത്തിൽ മുഴുവനും നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉയർത്താൻ ഉപകരിച്ചു. ആ മാറ്റം കണ്ടിട്ട് എല്ലായിടത്തും വന്ന കുത്ത് കണ്ടപ്പോൾ കുഞ്ഞമ്മയ്ക്ക് മനസ്സിലായി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ കുഞ്ഞമ്മ പിറ്റേന്ന് വേറൊരു സഞ്ചിയുമായിട്ട് പാർലമെന്റിലേക്ക് കയറി ചെന്നു. ആ പാർലമെന്റിലേക്ക് കയറിയ കുഞ്ഞമ്മ അപ്പോൾ കൊണ്ടുപോയത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കണം. അപ്പോഴും ഹിന്ദു എന്നൊരു വാക്ക് അതിലില്ല കേട്ടോ, ന്യൂനപക്ഷങ്ങൾ. നമസ്തേ നമസ്തേ എല്ലാവർക്കും. ഷാജി, ജിജോ, ഹരികുമാർ. അതെ, സ്വന്തം രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അല്പം പോലും ശ്രദ്ധയില്ലാത്ത, അല്ലെങ്കിൽ അവർക്കെന്ത് ശ്രദ്ധിക്കാനാണ്, എന്നെങ്കിലും ഭാരതത്തിൻ്റെ കൂടെ അവർ നിന്നിട്ടുണ്ടോ? നമുക്കെടുക്കാം. ഇപ്പോൾ ഈ ബംഗ്ലാദേശിന് വേണ്ടി ഇവരിങ്ങനെ ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ തന്നെയും രണ്ടാം ദിവസം സഞ്ജീവമായിട്ട് ചെന്നല്ലോ. ഒരു കാര്യം മറന്നു പോകരുത് കുഞ്ഞമ്മേ, കഴിഞ്ഞ വളരെ കുറച്ച് സമയത്തിന് മുമ്പാണ് ഈ പറയുന്ന ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഒക്കെ പൗരന്മാർക്ക് വേണ്ടിയിട്ട്, അവിടെ കഷ്ടത അനുഭവിക്കുന്ന ഹൈന്ദവർക്ക് വേണ്ടിയിട്ട് ഭാരതത്തിന്റെ വാതിലുകൾ തുറന്നിടണമെന്നും അവർ അവിടെ നിന്ന് അഭയം തേടി വന്നാൽ അവർക്ക് പൗരത്വം കൊടുക്കണമെന്നുമുള്ള ഒരു ബില്ല് ഭാരത ഗവൺമെന്റ് പുറത്തിറക്കിയത്. അതിനെതിരെ ഈ കുഞ്ഞമ്മ അടക്കം എല്ലാ കുഞ്ഞമ്മയുടെ ശിങ്കിടികളും അടക്കം ഭാരതത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷഹീറെ, എൻ്റെത് മുറിഞ്ഞതാണെന്ന് ഇത്രമാത്രം താൻ വേദനിക്കുന്ന എന്താണ്? താൻ അവസാനം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അത് സ്വന്തം വീട്ടിലെ സംസ്കാരമാണ്, നിങ്ങളുടെ സ്വന്തം വീട്ടിലെ സംസ്കാരമാണ് ഇപ്പൊ താങ്കൾ വിളിച്ചു പറഞ്ഞത്. അത് താങ്കളുടെ വിഭാഗത്ത് അല്ലെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് താങ്കൾ അവസാനം കൊടുത്തിരിക്കുന്നത്. ഷഹീർ ഷാ, മാന്യനായിട്ടുള്ള ഒരു 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 സംസ്കാരത്തിന്റെ ഉടമയായ ആ ഷഹീർ ഷാക്ക് സല്യൂട്ട്. അവന്റെ വീട്ടിലെ സംസ്കാരം അവൻ ഇവിടെ ഒരു പൊതു ഇടത്ത് വന്ന് സംസാരിക്കുന്നു. അതാണ് താങ്കളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഇപ്പൊ ഈ ഷഹീർ ഷായെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞമ്മ തണ്ണിമത്തനുമായിട്ട് വന്നിരിക്കുന്നത്. അതല്ലാതെ അപ്പോൾ അവിടെയുള്ള ഹൈന്ദവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പൗരത്വം കൊടുക്കാൻ പറഞ്ഞപ്പോൾ പാടില്ല എന്ന് വിളിച്ച് ഡൽഹിയിൽ പൊതു ഇടം കക്കൂസാക്കി മാറ്റിയവരാണ് ഇക്കൂട്ടർ. ചരിത്രം അവിടെയും നിൽക്കുന്നില്ല കേട്ടോ. കുറച്ച് പുറകോട്ട് പോകണം കുഞ്ഞമ്മ. കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് അറിയാം കുഞ്ഞമ്മയ്ക്ക്? ഇന്ന് ലബനാനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ എന്തായിരുന്നു കുഞ്ഞമ്മ? കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടി സഞ്ചി പോയിട്ട് ഒരു തൂവാല പോലും നിങ്ങൾ എടുത്തിട്ടില്ല. മറന്നു പോകരുത് കുഞ്ഞമ്മ. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടിയിട്ട് സഞ്ചി പോയിട്ട് ഒരു കീറിയ തൂവാല പോലും നിങ്ങൾ എടുത്തിട്ടില്ല ഭാരതത്തിൽ. എന്നിട്ടാണ് അങ്ങ് ഗാസയിൽ ഉണ്ടാക്കാൻ നടക്കുന്നത്. ഈ ബംഗ്ലാദേശിലെ വിഷയം ലോകം മുഴുവൻ സംസാരിച്ചിട്ടും ഇപ്പോഴാണ് അത് തങ്ങൾക്ക് പാരിയായിട്ട് വരും എന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് അനങ്ങി തുടങ്ങിയത്. അതുവരെ അനങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കണം. ഈ അവസ്ഥ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഭാരത സർക്കാരിന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന ഗതികെട്ട മനുഷ്യർക്ക് അഭയം കൊടുക്കണം എന്നുള്ളതിന്റെ പേരിൽ ഒരു ബില്ലുണ്ടാക്കിയത്, പൗരത്വ ബില്ല്. അതിനെതിരെ ഘോരഘോരം സമരം ചെയ്തവരാണ് ഈ കുഞ്ഞമ്മയും കൂട്ടരും. ഘോരഘോരം സമരം ചെയ്തവരാണ് കുഞ്ഞമ്മയും കൂട്ടരും. അങ്ങനെ ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ചെരുപ്പ് നക്കിക്കൊണ്ടാണ് ഇന്ന് അവശേഷിക്കുന്ന ഈ
കോൺഗ്രസ് ഉള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. ഈ ന്യൂനപക്ഷത്തിൻ്റെ ഈ മസാജ് ചെയ്ത് കൊടുത്ത് കിട്ടുന്ന വോട്ടല്ലാതെ ഇന്ന് ആ കോൺഗ്രസിന് രാജ്യത്ത് വോട്ടില്ല. അപ്പൊ പിന്നെ സുഖിപ്പിച്ചല്ലേ ഒക്കുള്ളൂ. അപ്പൊ പിന്നെ സോപ്പിട്ടല്ലേ ഒക്കുള്ളൂ. പോയോ ശേഷ പിൻവലിച്ച് ഓടിയും തോന്നുന്നു. ഇപ്പം ലൈവില്ല, എനിക്ക് തോന്നുന്നു പുള്ളി തന്നെ അത് കട്ട് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ് എല്ലാവർക്കും. അതേപോലെ തന്നെ നമ്മൾ ഓർക്കണം, സിഖ് വിരുദ്ധ കലാപം. സിഖ് വിരുദ്ധ കലാപം കുഞ്ഞമ്മ മറന്നുപോയോ? അത് ഈ ഭാരതത്തിലായിരുന്നു, നിങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു. സിഖുകാരെ ഒന്നടങ്കം എവിടെ കണ്ടാലും ഓടിച്ചിട്ട് തല്ലുകയും കൊല്ലുകയും ചെയ്തു. ഇന്ന് ബംഗ്ലാദേശിലെ ഹൈന്ദവർ അനുഭവിക്കുന്ന അതേ അവസ്ഥ കോൺഗ്രസ്സുകാർ സിഖുകാർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. മറന്നു പോകരുത്. ഇവർ സ്വയം അങ്ങ് കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നീട് ചരിത്രം ആരും ഓർക്കില്ല എന്നുള്ളതാണ്. കുഞ്ഞമ്മയ്ക്ക് വേണ്ട പോലെ മോദിജി കൊടുത്തു, കുഞ്ഞമ്മയ്ക്കും ആങ്ങളെ കുഞ്ഞച്ചനും കൊടുത്തു, വയറു നിറച്ച് കൊടുത്തു. എൻ്റെ ദൈവമേ, മെനഞ്ഞാന്ന് എന്തായിരുന്നു അതിൻ്റെ ഒരു തപസ്യയുടെ അർത്ഥം രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടിട്ട്, സത്യമേ കോൺഗ്രസ്സുകാരാ, ഇത്രയും ഒരു മരപ്പൊട്ടനെയാണല്ലോ നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത് എന്ന് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. എന്താ പറയാ, നമ്മൾ ഒരു ബോധമുള്ള ഒരാൾ വേണ്ടേ നേതൃത്വത്തിൽ? തപസ്യ എന്ന് പറഞ്ഞ ആവില്ല. നല്ല സംസ്കാരമുള്ള ഒരു പദം, ആ പദത്തിനെ കൊണ്ടുപോയിട്ട് ചൂടുള്ള പദമാക്കി. മുപ്പർക്ക് ചൂടേ ഓർമ്മയുള്ളൂ. ആരോ ഒരു കാർട്ടൂൺ കണ്ടു ഇന്നലെ ഫേസ്ബുക്കിൽ, അങ്ങ് ചൂട് കിട്ടുന്ന ഒരു രാജ്യത്തെ ഗേറ്റും വെച്ചിട്ട് തപസ്യ എന്ന് പറയുന്നത് പോലെ കിട്ടും. തുറന്ന് പറയുന്നില്ല ഞാൻ, പക്ഷേ അത്ര ബോധം പോലും ഇല്ലാതെ, ബോധമില്ലാത്ത അവസ്ഥയിൽ, ഭാരതത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത അവസ്ഥയിൽ കേവല ന്യൂനപക്ഷ പ്രീണനം. ഈ ന്യൂനപക്ഷ പ്രീണനവും കൊണ്ട് എത്ര കാലം നിങ്ങൾ മുന്നോട്ട് പോകും? ഒന്നുകിൽ നിങ്ങൾക്ക് കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ പിൻബലത്തോടുകൂടി രാജ്യത്തെ വീണ്ടും വിഭജിക്കാം. രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാനല്ല നിങ്ങൾ ശ്രമിക്കുന്നത്, ഉറപ്പാണ്. രാജ്യത്തെ വിഭജിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും വിഭജിക്കുക. ഇതിനിടയ്ക്ക് വന്നു വല്യമ്മ നമ്മുടെ കാശ്മീരിനെയും മറ്റും വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഖലിസ്ഥാൻ വാദികൾക്കൊപ്പം നിന്ന് പഞ്ചാബിനെയും ഭാരതത്തിൽ നിന്ന് അകത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. അതിന് പരിപൂർണ അവസ്ഥ കിട്ടില്ല. മാത്രമല്ല, ഇന്ത്യക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ഓരോ നീക്കങ്ങളും ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പൗരത്വ വിഷയം കോടതിയിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹം ഇന്ത്യൻ പൗരനാണോ എന്ന് എനിക്ക് ഇപ്പം കൃത്യമായിട്ടും അറിയില്ല. അപ്പോൾ ഇന്നലെ ഭാരതത്തിൻ്റെ അവസ്ഥ സ്വല്പം ഭയപ്പെടുത്തേണ്ടതാണ്. ഇന്നലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞല്ലോ, നമ്മൾ ഭൂരിപക്ഷമായി കഴിഞ്ഞു, ഇനി നമുക്ക് പേടിക്കാനല്ല, നമ്മൾ വേണം ഭരിക്കാൻ എന്നുള്ള രീതിയിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് ഈ പറയുന്ന ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഭൂരിപക്ഷമായി കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിത്ത് ഗുണം 10 ഗുണം തീർച്ചയായിട്ടും. കാരണം ആ വിത്ത്, കുഞ്ഞമ്മയുടെ വിത്ത് ഗുണം 10 ഗുണമാണെന്നുള്ളത് രാജ്യത്തെ എല്ലാവർക്കും അറിയാം. എവിടെ നിന്നാണ് ആ വിത്ത് ഉൽപ്പാദനം നടന്നതെന്നും എന്തിൻ്റെ പേരിലാണ് എന്തെങ്കിലും ഒക്കെ നമുക്ക് രാജ്യത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. മഹാത്മാഗാന്ധിയുമായി യാതൊരു ബന്ധവുമില്ല, അത് സത്യം. മഹാത്മാഗാന്ധിയുമായിട്ട്
പക്ഷെ എന്നാലും ഇപ്പോഴും പൊട്ടന്മാരോട് ചോദിച്ചാൽ പറയും കൊച്ചുമകനാന്ന് പറയും, ഗാന്ധിജിയുടെ കൊച്ചുമകനാന്ന് പറയും. അതായത് എവിടെയും വഞ്ചന മാത്രമേ ഉള്ളൂ. സ്വന്തം നാമത്തിൽ പോലും ഗാന്ധിയാക്കിയ ഭാരതീയരെ ഇങ്ങനെ ഒരു പറ്റിച്ച ഒരു കുടുംബം ഉണ്ടാവില്ല, ഉളുപ്പില്ലാതെ. ആ ഉളുപ്പില്ലായ്മ തന്നെയാണ് ഈ മത്തങ്ങ സഞ്ജീവമായിട്ടും തണ്ണിമത്തൻ സഞ്ജീവമായിട്ടൊക്കെ പാർലമെന്റിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്നത്. ഇപ്പോൾ വന്നൊരു കുമ്പളങ്ങിയായ മൊത്തം. അപ്പൊ യഥാർത്ഥത്തിൽ ഭാരതത്തിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ ഭാരതത്തിന്റെ മൂവ്മെന്റ് നടക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിനെതിരെ എന്താണോ സംഭവിച്ചത് അതേ രീതിയിൽ തീവ്രവാദ സംഘടനകളെ പാലുകൊടുത്ത് വളർത്തിക്കൊണ്ടാണ് ഭാരതത്തിലും കോൺഗ്രസ് ഭാരതത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് കേരളത്തിലെ അവസ്ഥ അറിയാം. പേര് പറയുന്നത് RSSനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൈകോർക്കുന്നത് എന്ന് പറയും. സത്യത്തിൽ അതല്ല. ഇത് ഒരു കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു രീതി കർണാടക, തമിഴ്നാട്, കേരളം ഇത് മൂന്നും യോജിപ്പിച്ചുകൊണ്ട് മറ്റൊരു ലബനാനോ അതല്ലെങ്കിൽ മറ്റൊരു അഫ്ഗാനിസ്ഥാനോ മറ്റൊരു പാകിസ്ഥാനോ ബംഗ്ലാദേശോ ആക്കി മാറ്റാനുള്ള ശ്രമം കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ദുഷ്ടശക്തികളെ മോദിജിയുടെ ഗവൺമെന്റ് ആയതുകൊണ്ട് കൃത്യമായിട്ടും ഇവരെയൊക്കെ പിടിച്ച് ജയിലിലടച്ചു, തീവ്രവാദികളെ ജയിലിലടച്ചു. പക്ഷെ ഇന്ന് തീവ്രവാദികളാണെന്ന് സംശയം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം വേറെ ആയിരക്കണക്കിന് യൂണിറ്റുകൾ തുടങ്ങി അഭ്യാസം പഠിക്കുന്നു എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടു. ഈ വാർത്ത അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരേണ്ട സർക്കാർ തന്നെ ഉണ്ടില്ല എന്നുള്ള രീതിയിലാണ്. അതിൽ വർഗീയത ഉണ്ടോ, ഉണ്ടില്ല, എപ്പോഴും ഇവർ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്ത് നിലപാടെടുക്കുകയാണെങ്കിലും ശരി, ആ ന്യൂനപക്ഷം സംഘടിച്ചാലും കുഴപ്പമില്ല, വാളെടുത്താലും കുഴപ്പമില്ല, അരിയും മലരും വാങ്ങിച്ചോ എന്ന് വിളിച്ചു പറഞ്ഞാലും കുഴപ്പമില്ലാത്ത ഒരവസ്ഥ കണ്ടു തുടങ്ങിയിട്ട് കുറേ കാലമായി. അതുകൊണ്ട് തന്നെ ആ തീവ്രവാദ വിഭാഗത്തിന് യാതൊരു ഭയപ്പാടുമില്ലാതെ എന്തും പ്രവർത്തിക്കാനുള്ള ഒരു ലൈസൻസ് കേരള സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷവും കൊടുത്തിട്ടുണ്ട്. അത് എവിടേക്കാണ് ഭാരതത്തെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരവസരമാണിത്. എവിടെയാണോ ഒരു കൂട്ടർക്ക്, ന്യൂനപക്ഷം എന്ന് പറയുന്ന കൂട്ടർക്ക് ബലമുള്ളത്, ആ ബലത്തിൻ്റെ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഭരണം പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ കുറുക്കു വഴികളാണ് കുഞ്ഞമ്മയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭയപ്പെടേണ്ടുന്ന കാലഘട്ടം തന്നെയാണ്. ഈ രീതിയിൽ പണ്ട് എങ്ങനെയാണോ പാകിസ്ഥാനായി ഭാരതം വിഭജിക്കപ്പെട്ടത്, പാകിസ്ഥാനും ഭാരതവുമായി രണ്ടായി വിഭജിക്കപ്പെട്ടത്, അതേ അവസ്ഥയിൽ തന്നെ തുണ്ട് ഭൂമിയാക്കിക്കൊണ്ട്, തുണ്ട് പ്രദേശങ്ങളാക്കിക്കൊണ്ട് ഈ ഭാരതത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കുൽസിത ശ്രമം നടക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. നമ്മൾ അത് ചിന്തിച്ചേ നോക്കുള്ളൂ. ഇന്നലെ പശ്ചിമ ബംഗാളിൽ നിന്നൊക്കെ കേൾക്കുന്ന ആ ശബ്ദം ഭയമുളവാക്കുന്ന ശബ്ദം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പലസ്തീൻ പ്രശ്നം ഭാരതത്തെ സംബന്ധിക്കുന്ന യാതൊരു പ്രശ്നവുമല്ല. പലസ്തീനും ഭാരതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പലസ്തീൻ ചോദിച്ചു വാങ്ങിയ കെടുതികളാണ് എന്നുള്ളത് ലോകത്തിന് മുഴുവൻ അറിയാം. നല്ല സൈനിക ശക്തിയുള്ള ഒരു രാഷ്ട്രത്തെ കൊണ്ടുപോയി ചൊറിഞ്ഞ് അവിടുത്തെ മനുഷ്യരെ ഒരു രാത്രി ഇരുണ്ട് വെളുക്കുമ്പോൾ അപ്രതീക്ഷിതമായി പറന്നിറങ്ങി ആയിരക്കണക്കിന് മനുഷ്യരെ പച്ചയ്ക്ക് വെട്ടിനുറുക്കി വെടിവെച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നതിൻ്റെ പാപമാണ് ആ രാജ്യം അനുഭവിച്ചത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞതുപോലെ
കൊടുത്തു, തിരിച്ചു വാങ്ങിച്ചു. ആ തിരിച്ചു വാങ്ങിക്കുമ്പോൾ പിന്നെ അയ്യോ എന്ന് കരയുന്ന ഒരവസ്ഥയുണ്ട്. എല്ലായിടത്തും തുടക്കത്തിൽ നമ്മൾ കണ്ടു, സേവ് ഗാസ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു ശബ്ദവും കേൾക്കാതെ അറബ് ശക്തികൾ മൗനം പാലിച്ചു. ഇറാൻ ഒഴികെ മറ്റാരും ഇടപെട്ടില്ല. നിങ്ങളായി, നിങ്ങളുടെ പാടായി എന്നുള്ള നിലപാടെടുത്തു. കാരണം ലോകം ഇത്തരം ശക്തികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ലോകം തീവ്രവാദ ശക്തികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആ പൊറുതിമുട്ടലിൻ്റെ ഞെട്ടലിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റും, യൂറോപ്പാണെങ്കിൽ അങ്ങനെ, US ആണെങ്കിൽ അങ്ങനെ, മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളാണെങ്കിൽ അങ്ങനെ, എല്ലായിടത്തും ഈ തീവ്രവാദികൾ ബോംബുമായി നേരെ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ കയറി, ഇവിടെ RSS ഉണ്ടായിട്ടില്ല, പള്ളിയിൽ കയറി സ്വയം പൊട്ടിമരിക്കുകയാണ്. അവിടെ ആരെ കൊല്ലാനാണ് പാകിസ്ഥാനിലെ പള്ളിയിൽ ബോംബ് പൊട്ടുന്നത് എന്ന് സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. സ്വന്തം വിഭാഗത്തെ പോലും നിർദാക്ഷിണ്യം. കാരണം ചെറിയ വ്യത്യാസമുള്ളൂ, സുന്നി ഷിയ, രണ്ടുപേർക്കും അള്ളാഹ് തന്നെയാണ് ദൈവം. ഈ പറയുന്ന അധികാരത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അലിയെ പിന്തുണയ്ക്കുന്നവർ, അബൂബക്കറിനെ പിന്തുണയ്ക്കുന്നവർ, ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട്. ആ രണ്ട് വിഭാഗം തല്ലുന്നു. പിന്നെയും വിഭാഗങ്ങളുണ്ട്. നമ്മളിവിടെ കേരളത്തിലെ മുജാഹിദുകളും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരും സുന്നികളും, സുന്നിയിൽ തന്നെ രണ്ട് വിഭാഗം പരസ്പരം കോർത്തുകൊണ്ടിരിക്കുകയാണ്. മെഷീൻ ഗൺ ഇല്ലാത്ത കാരണം വെടിവെക്കുന്നില്ല എന്നുള്ളേ ഉള്ളൂ. മെഷീൻ ഗണ്ണ് കൊടുത്താൽ വെടിയും വയ്ക്കും, മിസൈൽ കൊടുത്താൽ മിസൈൽ വിടുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഈ അധികാരത്തിൻ്റെ, അതല്ലെങ്കിൽ ന്യൂനപക്ഷ അധികാരത്തിൻ്റെ പവർ എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ ഇന്ന് കണ്ടില്ലേ, കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തണ്ണീർത്തടങ്ങൾ നികത്തി. ഇപ്പോൾ ജനങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെ കലക്ടറും പോയിട്ട് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് തടഞ്ഞതാണോ തടവലാണോ എന്നുള്ളത് ഇനി കണ്ടറിയണം. കാരണം ആ ശക്തിയൊക്കെ ഇപ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്ന എല്ലാ ബിൽഡിങ്ങുകളുടെയും സ്ഥിതി തന്നെയാണ്. ഭൂമി നിരത്തി, അതല്ലെങ്കിൽ അന്ന് അവർക്ക് പവറുണ്ട്. ന്യൂനപക്ഷം എന്ന പവർ, എല്ലാ നിയമങ്ങളെയും ലംഘിക്കാനുള്ള പവറായി ഇന്ന് ഭാരതത്തിൽ മാറി. ഭാരതത്തിലിട്ടോ, UP-യിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിവരം അറിയും. അയ്യോ തകർക്കുന്നേ, അയ്യോ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് ഓടുകയാണ്. ഒരു ദാക്ഷിണ്യമില്ലാത്ത രീതിയിൽ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രതിലോമ ശക്തികളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് സർക്കാരിനറിയാം. ഇവിടെ അങ്ങനെയല്ലോ. കേരളത്തിൽ അങ്ങനെയല്ല, കർണാടകയിൽ അങ്ങനെയല്ല, തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ശബരിമലയ്ക്ക് ഉള്ള ഭക്തരും ഒരു ബസ് അതുവഴി പോയി എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കപ്പെട്ടു. ഇന്ന് വേറെ ന്യൂസ് കേൾക്കുന്നു. എവിടെയാണോ ഇവർ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കൂടി മറ്റുള്ളവർക്ക് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഇന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ബലം കിട്ടുന്നത്, ഞങ്ങൾ വലിയൊരു വോട്ട് ബാങ്കാണ്, ഞങ്ങളുടെ കൂടെ കുഞ്ഞമ്മയുണ്ട്, കുഞ്ഞമ്മയും കൂട്ടരുമുണ്ട്, സഖാക്കളും കൂട്ടരുമുണ്ട് എന്നുള്ള ഒരു ധൈര്യം ആ സമൂഹത്തിന് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം കൊടുക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും അപകടകരം. ആ അപകടകരമായ അവസ്ഥയ്ക്ക് വീണ്ടും 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 അവർ വളം വെച്ച് കൊടുക്കുമ്പോൾ, എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം ജനങ്ങൾ. സൂക്ഷിക്കണം മാത്രമല്ല, ഇതര വിഭാഗങ്ങൾ സംഘടിതമാകണം. ഒരു സംശയം വേണ്ട. സംഘടിതമായി കൊള്ളേണ്ടുന്ന അവസ്ഥയെത്തി. ഒരു പക്ഷത്തേക്ക് മാത്രം ഒലിച്ചിറങ്ങുന്ന സ്നേഹമുണ്ടല്ലോ,
അത് മറുപക്ഷത്തിന് ലഭിക്കില്ല എന്ന് ഉറപ്പ് വന്നാൽ മറുപക്ഷം കൃത്യമായിട്ട് എന്താണ് വോട്ട് ബാങ്ക് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുക്കുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ചൊറിച്ചിലുകളെല്ലാം തന്നെ. ഈ കുരുപൊട്ടലുകളെല്ലാം മറുവശത്ത് ഒരു ഏകീകരണം നടന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മറുവശത്തെ പലതാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പലതിനെ ഒന്നായി കാണാൻ അല്ലെങ്കിൽ ഒന്നായി തീരാൻ ആ സമൂഹം ശ്രമിച്ചാൽ, ആ സമൂഹം ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വെല്ലുവിളികളും ഈ പറയുന്ന ഈ തേനൊഴിക്കലും പാലൊഴിക്കലും തുടങ്ങിയ ഈ പ്രവൃത്തികളൊക്കെ നിൽക്കും. എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറണം. ഒരു വിശ്വാസ പ്രമാണങ്ങൾക്ക് മാത്രം അധിക ശക്തി, അധീന ശക്തി എന്നുള്ളത് ശരിയായ നിലപാടല്ല. അതിനുവേണ്ടി കാലാകാലങ്ങളിൽ എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാമോ എന്നുള്ളതും ശരിയായ നിലപാടല്ല. ബംഗ്ലാദേശിലെ പ്രശ്നം തുടങ്ങിയിട്ട് 2-3 ദിവസമല്ല, മാസങ്ങളായി. നമ്മളൊക്കെ അതിനെക്കുറിച്ച് ശബ്ദിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഈ കുഞ്ഞമ്മ മിണ്ടിയില്ല. അപ്പോഴും കുഞ്ഞമ്മയും കൂട്ടരും പലസ്തീനെ നോക്കി കരയുകയായിരുന്നു. ഇപ്പം ഭാരതത്തിലെ പുത്രന്മാരാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഹൈന്ദവർ ഭാരതത്തിൽ ഇന്ന് വേറെ എവിടെയും ഹിന്ദു രാജ്യമൊന്നുമില്ല. ഈ ഭാരതത്തിലെ അവർക്ക് ആശ്രയം കൊടുക്കാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞു, ഗേറ്റുകൾ തുറന്നിടണം, തുണി പൊക്കി നോക്കി അകത്തേക്ക് കയറ്റണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ തുണി പൊക്കി നോക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടാണ് ബില്ലിനെതിരെ സമരം ചെയ്തത്. മനസ്സിലായല്ലോ. സമൂഹത്തിന് മനസ്സിലാക്കേണ്ടത് സമയം കഴിഞ്ഞു. എന്തായാലും ഞാൻ ഗാസയിലേക്ക് നോക്കുന്നില്ല. എനിക്ക് പലസ്തീനല്ല പ്രശ്നം, എൻ്റെ ഭാരതം തന്നെയാണ് എൻ്റെ പ്രശ്നം. അഖണ്ഡ ഭാരതം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഗണ്ണിക്കപ്പെടാത്ത ഒരു ഭാരതം. പഴയ ഭാരതത്തിൻ്റെ ആ സ്കെച്ച് യൂട്യൂബിലും ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും. പാകിസ്ഥാൻ ഇല്ലാത്ത, ബംഗ്ലാദേശ് ഇല്ലാത്ത, അഫ്ഗാനിസ്ഥാൻ ഇല്ലാത്ത ഭാരതത്തിൻ്റെ ഭൂപടം ഒന്നെടുത്ത് നെടുവീർപ്പിട്ട് നോക്കൂ. അങ്ങ് ഇറാൻ വരെ നീണ്ടു കിടക്കുന്ന ആ ഭാരതത്തിൻ്റെ ഭൂമിക ഒന്ന് മനസ്സിൽ കണ്ടാൽ പോലും നമുക്ക് ആവേശമുണ്ടാവും. അത്രയും വിസ്തൃതമായിരുന്നു ഭാരതം. ആ ഭാരതത്തെ അധിനിവേശം കൊണ്ടും അതുകൂടാതെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും വെട്ടിമുറിച്ച് ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. ഇനിയും വെട്ടിമുറിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും പ്രതികരിക്കുക തന്നെ വേണം. സഞ്ചിയുമെടുത്ത് ഈ പറയുന്ന ഭീകര പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് സഞ്ചിയും തൂക്കി പാർലമെൻറ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ അവകാശത്തെക്കുറിച്ചും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അല്പമെങ്കിലും ബോധമുണ്ടാക്കണം. ബോധം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നിലകൊള്ളില്ലല്ലോ, ഇങ്ങനെ നിലകൊള്ളില്ലല്ലോ. ബോധമില്ല എന്നുള്ള സത്യം. ഗണ്ഡി കുടുംബം, തീർച്ചയായിട്ടും ആ ഗണ്ഡി കുടുംബം ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, ആദ്യം മുതൽ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് കൃത്യമായിട്ട് അറിയാം. അതിവിടെ അങ്ങനെ തന്നെയാണല്ലോ. ഈ പറയുന്ന ചില ആശാമാരുണ്ടല്ലോ, കാസർഗോഡൊക്കെ എത്തുമ്പോഴും പൊട്ടുമാച്ച് കാസർഗോഡ് തിരിച്ചു വിടുവാൻ പൊട്ടുകുത്തി പിന്നെയും കാസർഗോഡ് പോകുമ്പോൾ പൊട്ട് വായിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ. സ്വന്തം ജീനിനെ പോലും തൽക്കാലം മാറ്റിവെക്കുന്ന ആ സംസ്കാരമുണ്ടല്ലോ. ഈ മുട്ടുവരെ മുണ്ടുടുത്തവരെ കണ്ടാൽ മുട്ടിലെഴയുന്ന സംസ്കാരം. ആ സംസ്കാരം തന്നെയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ എന്താണ് പറയുക ദോഷം. എത്ര കാലം ഇത്തരം ശക്തികൾക്ക് ഈ ഭാരതത്തിൻ്റെ
അധികാരം കൈമാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഭാരതത്തിലെ ജനങ്ങൾ ചിന്തിച്ചാൽ നല്ലത്. ഉത്തരേന്ത്യക്കാർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം ദക്ഷിണേന്ത്യ മാത്രമേ ചിന്തിക്കാതിരിക്കുന്നുള്ളൂ. ആ ദക്ഷിണേന്ത്യ ചിന്തിക്കേണ്ടുന്ന സമയമായി. ഒന്നായാൽ നന്നായി, അത്രയേ പറഞ്ഞുള്ളൂ. ഇനിയും കുഞ്ഞമ്മ തണ്ണിമത്തനുമായി ഇറങ്ങാതിരിക്കട്ടെ. എല്ലാവരോടും ഈ ഏറ്റവും രസകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. ഞാൻ കുഞ്ഞമ്മ, വയനാട്ടിലെ കുഞ്ഞമ്മ എന്ന് പറയുന്നതിൽ ഈ വയനാടിൻ്റെ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ, ഇന്നത്തെ വയനാടിൻ്റെ ആദിവാസി സമൂഹത്തോട് ചെയ്ത ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരവസ്ഥ എന്താണെന്ന് ഇന്നും ആരും പഠിച്ചിട്ടില്ല. ഇന്ന് അവിടുത്തെ പല ആദിവാസി വിഭാഗങ്ങളും വിരലിലെണ്ണാവുന്ന അവസ്ഥയിലാണ്. വനവാസി വിഭാഗങ്ങളിൽ ചില വിഭാഗങ്ങളില്ലാതെ പോയി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കുറിച്യര്, കുറുമര്, നായ്ക്കര്, പണിയര്, ചോലനായ്ക്കര്, കൊറകര് എന്നിങ്ങനെ തുടങ്ങി ധാരാളം വിഭാഗങ്ങളുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒരു ചെറിയ ഓർമ്മ, സഞ്ജയ് ഗാന്ധി നിർബന്ധിത കുടുംബാസൂത്രണം കൊണ്ടുവന്ന സമയം ഓർമ്മയുണ്ടോ? അന്ന് 100 രൂപയും ബക്കറ്റും, അങ്ങനെ ആ 100 രൂപയും ബക്കറ്റും പ്രലോഭിപ്പിച്ചുകൊണ്ട് എന്താണ് വന്ധ്യംകരണം എന്ന് പോലും അറിയാതെ വയനാട്ടിലെ ഒരുപാട് അവിവാഹിതരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ വന്ധ്യംകരണം ചെയ്യുകയുണ്ടായി, നിർബന്ധിത വന്ധ്യംകരണം ചെയ്യുകയുണ്ടായി. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ കാലഘട്ടത്തിന് ശേഷം, ആ കാലഘട്ടത്തിന് മുമ്പും ആരും പഠിക്കാത്തൊരു കാര്യമാണ്. സഞ്ജയ് ഗാന്ധിയുടെ ആ പ്രവർത്തനത്തിന് മുമ്പുണ്ടായിരുന്ന വയനാടിലെ ആദിവാസി ഗോത്രങ്ങളുടെ ജനസംഖ്യയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ജനസംഖ്യാ ശോഷണവും ഒന്ന് പഠിച്ചാൽ വ്യക്തമാകും എന്താണ് അന്ന് സംഭവിച്ചത്. ഞാൻ കുട്ടിയാണ്. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്താണ് അന്ന് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളത്. അപ്പം ഒരു ദിവസം 10-100 വന്ധ്യംകരണം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് സാരി മറച്ച് കെട്ടിയിട്ട് അതിൻ്റെ അകത്തു നിന്നായിരുന്നു വന്ധ്യംകരണം. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ, അന്ന് 8-9 പഠിക്കുക, കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് ഞങ്ങൾ ഈ സാരിയുടെ ഈ തുമ്പിലൂടെ, വിടവിലൂടെ ഈ വന്ധ്യംകരണ പ്രക്രിയ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഓർമ്മ നിൽക്കുന്നത്. ട്രൈബ്സിനെ ഈ 100 രൂപയിൽ ഒരു ചുവന്ന ബക്കറ്റും, ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ പിരിവിന് പോകുന്ന അങ്ങനത്തെ ഒരു ബക്കറ്റ് 100 രൂപ, അന്ന് 100 രൂപയ്ക്ക് ഭയങ്കര വിലയാണ്. അങ്ങനെ ഈ സമൂഹത്തിൻ്റെ വന്ധ്യംകരണം ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. അവിടെയാണ് ആ കുടുംബം ഇന്ന് MP ആയിട്ട് വരുന്നത്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള അവസ്ഥ. നമ്മുടെ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയതിൻ്റെ ഒരു പങ്ക് അക്കാലത്തെ ഈ പറയുന്ന കുടുംബാസൂത്രണ ചെയ്തികൾക്കുണ്ട്. പക്ഷേ കുറയ്ക്കേണ്ടവർ ഒരിക്കലും കുറച്ചിട്ടുമില്ല. അവർ പെറ്റ് കൂട്ടുകയും ചെയ്തു. പക്ഷേ ഈ ഭാരതത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണം ഏറ്റെടുത്ത് സംഖ്യയിൽ ചെറുതായി ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ മാറ്റത്തിന് വേണ്ടി എന്ന് പറഞ്ഞ ജനസംഖ്യാ നിയന്ത്രണം തങ്ങളുടെ ജനസംഖ്യാ വർധനവിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. ഇന്ന് ഹൈന്ദവ സമൂഹം പറയുന്നു, നിങ്ങൾ 2 കുട്ടികളെങ്കിലും സൃഷ്ടിക്കൂ എന്ന് പറയുന്നത്. ഓർത്താൽ നല്ലത്. ഞാനിതൊക്കെ പറയുമ്പോൾ വർഗീയതയാണ്. ഏത് മനുഷ്യൻ വർഗീയത പറഞ്ഞു? ഞാൻ വർഗീയതയല്ല പറയുന്നത്. ഭാരതത്തിൽ സത്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാരതീയർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നഗ്നമായ സത്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ കുറഞ്ഞു, കുടുംബം കുറഞ്ഞ
ഭൂരിപക്ഷം ഇന്ന് ന്യൂനപക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തങ്ങളുടെ പിൻതലമുറയെ ഇല്ലായ്മ ചെയ്തു എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചറിയേണ്ടുന്ന സമയത്ത് തിരിച്ചറിഞ്ഞില്ല. ഇനിയും വൈകിട്ടില്ല. എങ്കിലും നഷ്ടപ്പെട്ട കുറച്ച് കാലങ്ങളുണ്ട്. അത് ഈ ഗണ്ഡി കുടുംബത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായിരുന്നു. ഈ പറയുന്ന പോപ്പുലേഷൻ ഒരു വശത്ത് ഡിക്ലൈൻ ചെയ്യുകയും മറുവശത്ത് പോപ്പുലേഷൻ ഹൈക്ക് ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തി അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പണ്ട് നമ്മൾ ബസ്സിൻ്റെ പുറകിലൊക്കെ നമ്മൾ ഒരു ത്രികോണം കണ്ടിരുന്നു. നമുക്ക് രണ്ട്, പിന്നെ നാം രണ്ട് നമുക്ക് ഒന്ന് എന്നൊക്കെ പറഞ്ഞു. നമ്മളത് കേട്ടു. നാം രണ്ട് നമുക്ക് ഒന്ന് എന്നൊക്കെ ആക്കി. നാം രണ്ട് നമുക്ക് 16 എന്നുള്ളത് മറ്റൊന്ന് അജണ്ടയായിരുന്നു. അത് കൃത്യമായിട്ട് നടപ്പിലാക്കി. അതിൻ്റെ ബാക്കിപത്രമാണ് ഇന്നലെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് വിളിച്ചു പറഞ്ഞത്, നമ്മുടെ അടുത്തേക്ക് അധികാരം എത്തിക്കഴിഞ്ഞു, ഭയപ്പെടേണ്ട എന്ന്. കേൾക്കുന്നുണ്ടല്ലോ, കേട്ടാൽ നല്ലത്. നന്ദി, നമസ്കാരം. വീണ്ടും കുഞ്ഞമ്മ പറഞ്ഞതുപോലെ സഞ്ജീവമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. എല്ലാവരും എത്ര പേരുണ്ടെന്നറിയില്ല. ഞാൻ കമ്പ്യൂട്ടറിലായതുകൊണ്ട്, ഫോണിലാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നു. എനിക്ക് എല്ലാവരോടും നന്ദി പറയുന്നു. ഇതേപോലെ എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ ആയിരത്തി 300 പേര് ലൈവിലുണ്ട്. നല്ല കാര്യം. എന്നെ കേൾക്കാൻ 1300 പേരുണ്ടാവുക എന്നുള്ളത് സന്തോഷമാണ്. ഫേസ്ബുക്കിലൊക്കെ ഏകദേശം ഫേസ്ബുക്കിൻ്റെ ഒരു ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളെ ഉടനെ പൂട്ടുമെന്നുള്ള ഭീഷണി വന്നിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും പൂട്ടിപ്പോവാം. കാരണം എന്നോട് തീർത്താൽ തീരാത്ത പകയാണ് ഇക്കൂട്ടർക്കുള്ളത്. പകയുള്ള കുറച്ച് ആൾക്കാരുടെ പേരിൽ ഒന്ന് ഞാനുണ്ട്, ജാമിദ ടീച്ചറുണ്ട്, ആരിഫ് ഹുസൈനുണ്ട്. ഇങ്ങനെ എൻ്റെ അടുത്ത് വേറെ പകയാണ്, മറ്റിടത്ത് വേറെ പകയാണ്. പക്ഷേ ഞാൻ രാമസിംഹനായതാണ് ഏറ്റവും വലിയ പക. അത് നടക്കട്ടെ, നമുക്കതിൽ വിഷമമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി പറയുന്നു. ശ്രദ്ധയുണ്ടാവുക, ശ്രദ്ധാലുക്കളായി ജീവിക്കുക, സ്വന്തം തലമുറ വാലറ്റ് പോകാതെ സൂക്ഷിക്കുക, സ്വന്തം സംസ്കാരം വാലറ്റ് പോകാതെ സൂക്ഷിക്കുക. ഭാരതം എന്നും എന്നും ഉയരങ്ങളിലേക്ക് ചലിക്കട്ടെ. ഛിദ്രശക്തികൾ ഇവിടെയും തലപൊക്കും. പക്ഷേ ഇസ്രായേലിയർ ചെയ്ത പോലെ സ്വന്തം സ്വത്വം പിടിച്ചു നിർത്താൻ വേണ്ടി പോരാടാൻ തയ്യാറാവണം. ഇസ്രായേൽ എല്ലാവർക്കും ഒരു മാതൃകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആട്ടിപ്പായിക്കപ്പെട്ട ഒരു സമൂഹം തങ്ങളുടെ ഭൂമികയിലേക്ക് തിരിച്ചെത്തി. വളരെ ചെറിയൊരു ഭൂമിക. നമ്മൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ അത്ര പോലും ഇല്ലാത്ത ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂടി അധ്വാനിച്ച് വിയർപ്പൊഴുക്കി വിദ്യാഭ്യാസം നേടി ശാസ്ത്രം പഠിച്ച് ലോകത്തെ മുഴുവനും കീഴടക്കുന്ന രീതിയിൽ ശാസ്ത്രീയമായി മുന്നോട്ട് പോയി നമ്മളിങ്ങനെ സംവദിക്കുന്നത് പോലും ആ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർ കണ്ടെത്തിയ നൂതന വിദ്യകളിലൂടെയാണ് ഞാനിന്ന് 1300 പേരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഇസ്രായേൽ. വാലറ്റ് പോകേണ്ടുന്ന, എന്നോ ഇല്ലായ്മയായി പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതായി പോകേണ്ടുന്ന ഒരു കൂട്ടം കുറച്ച് മനുഷ്യർ, ലോകത്തിൽ വളരെ കുറച്ച് വിഭാഗമായിരുന്ന വളരെ കുറച്ച് മനുഷ്യർ എല്ലായിടത്തു നിന്നും ഗ്യാസ് ചേമ്പറിട്ട് കൊന്നിട്ടും വെട്ടി നുറുക്കി കൊന്നിട്ടും, അന്ന് സൗദി അറേബ്യയിൽ ഈ മുഹമ്മദിൻ്റെ പടയോട്ടക്കാർ വെട്ടി നുറുക്കി കൊന്നിട്ടും ഒന്നും അന്യം നിന്നു പോകാതെ
ആ ഇസ്രായേൽ എന്ന് തങ്ങളുടെ മാതൃരാജ്യത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം ഉറുമ്പുകളെപ്പോലെ ഇഴഞ്ഞെത്തി അവിടെ ശാസ്ത്രം ഉയർത്തിക്കൊണ്ടുവന്ന് വെറും മരുഭൂമിയെ അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നെല്ല് വിതച്ച് കൊയ്യാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് ഭക്ഷണത്തിന് പരിപൂർണത നൽകി. അവർ തന്നെയാണ് ഈ പറയുന്ന പലസ്തീനിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നത്, കരണ്ട് കൊടുത്തിരുന്നത്, അന്നം കൊടുത്തിരുന്നത്, തൊഴിൽ കൊടുത്തിരുന്നത്. അതൊക്കെ മറച്ചു വയ്ക്കപ്പെടും. ഇന്ന് ഈ കുഞ്ഞമ്മ സഞ്ജീവമായിട്ട് പോയിട്ടുള്ളൂ. ആ കുഞ്ഞമ്മയോട് ചോദിക്കണം അവിടെ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ടെന്ന്. ഇസ്രായേലിൽ 20% മുസ്ലിങ്ങളുണ്ട്. ഒരു ഒരു മാറ്റി നിർത്തലുമില്ലാതെ എല്ലാ അവകാശങ്ങളും കൊടുത്തുകൊണ്ട് അവിടുത്തെ ഒരുമിച്ച് നിന്നുകൊണ്ട് ജീവിക്കുന്ന 20%, ആ കൊച്ചു രാജ്യത്തിൽ 20% മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളാണ് പടക്കോപ്പുകളുമായിട്ട് ഈ പറയുന്ന തീവ്രവാദികളെ നേരിടാൻ പോകുന്നത്. അതും ആലോചിച്ച് നോക്കണം. അപ്പോഴാണ് ഈ ഇസ്ലാമിൻ്റെ പക്ഷത്താണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടിയാണ് ഞങ്ങൾ പടപൊരുന്ന് പറയുമ്പോൾ ഈ ഇസ്രായേലുള്ള 20% മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നത് ഇസ്രായേലാണ്. അവർക്ക് ബോംബ് ഷെൽട്ടറുകൾ പണിത് കൊടുത്ത് മിസൈലുകൾ വരുമ്പോൾ അതിനെ തടുത്ത് അവിടുത്തെ 20% മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. പഠിക്കണം കുഞ്ഞമ്മമാരും കുഞ്ഞപ്പന്മാരും പഠിക്കണം. അവിടുത്തെ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. അവർക്ക് ബങ്കറുകൾ ഇല്ലാത്ത അവസ്ഥയില്ല, അന്നമില്ലാത്ത അവസ്ഥയില്ല, തൊഴിലില്ലാത്ത അവസ്ഥയില്ല. എല്ലാ സുഖസൗകര്യങ്ങളും കൂടി അവിടെ അവർ ജീവിക്കുമ്പോൾ അവരെ ഒരിക്കലും അവർ മാറ്റി നിർത്തിയിട്ടില്ല. ആലോചിക്കണം. അപ്പോൾ നമ്മളിനി ചെറിയ പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഹലാക്കിൻ്റെ അവലും കഞ്ഞിയും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വരുന്നുണ്ട് യൂട്യൂബിൽ. കുഞ്ഞു കുഞ്ഞു സെഗ്മെൻ്റാണ്, 4-5 മിനിറ്റുള്ള സെഗ്മെൻറ്റ്. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം. രാംസ് വോയിസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്, അതിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സിനിമ അതിൽ ഇടാൻ പോകണം. അതിന് സബ്സ്ക്രിപ്ഷൻ ആയിക്കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്കറിയാലോ, എന്നെയൊക്കെ എപ്പോൾ വേണമെങ്കിൽ പൂട്ടണം എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നതാണ് ഈ ഭീകരന്മാർ. അവർക്ക് മുമ്പിൽ ഒരു വലിയ സബ്സ്ക്രിപ്ഷനും വലിയ പിന്തുണയും ഇല്ലെങ്കിൽ എനിക്ക് സിനിമ ഇടാൻ ഭയമാണ്. സിനിമ കഴിഞ്ഞ ഫെബ്രുവരി ഇടാമെന്ന് കരുതിയാണ്, പക്ഷേ ആദ്യത്തെ എൻ്റെ അക്കൗണ്ട് നഷ്ടമായി. ഇനി ഇപ്പോൾ ഉള്ളത് 2000 സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട് ഏകദേശം. അത് വലുതാവുകയാണെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരിയിൽ നമുക്ക് നമ്മുടെ സിനിമ പുറത്തിറക്കാൻ കഴിയും യൂട്യൂബിലൂടെ. എല്ലാവരും ചോദിക്കുന്നു OTT-യിൽ പറ്റില്ല. OTT-യിൽ സാധ്യതയില്ല. എൻ്റേത് മാത്രമല്ല, നമ്മുടെ ഭാരതീയമായ വിഷയങ്ങൾ എടുത്ത സിനിമകളൊന്നും തന്നെ OTT കിട്ടാതെ പുറത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരുടെ ശക്തി എന്താണെന്ന് അറിയില്ല. നമ്മൾ കുറച്ച് കാണുകയാണ്. അവർ ശക്തരാണ്, സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലും ശക്തരാണ് അവർ. നമുക്ക് സമ്പത്ത് പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ, ഓർക്കുക. എന്തായാലും എല്ലാവരുടെ സഹകരണം ഉണ്ടാവുക. രാംസ് വോയിസും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, കൂടെ നിൽക്കുക. ഇങ്ങനെ വല്ലപ്പോഴും വന്ന് സംസാരിക്കാൻ നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.